ഈ കമന്റുകൾ വ്യക്തമാക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട്. സ്ത്രീകൾ വന്നപ്പോഴാണ് ഇവിടെ ഇത്രയും പ്രശ്നമുണ്ടായിരുന്നത്. പുരുഷന്മാർ തലപ്പത്തുണ്ടായിരുന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഈ സംഭവങ്ങളുടെ ചുവട് പിടിച്ച് ജോയ് മാത്യു പറഞ്ഞൊരു പ്രതികരണവും ശ്രദ്ധയിൽപ്പെട്ടു. അത് അടുക്കളയിലുള്ള പെണ്ണുങ്ങളുടെ എന്തോ കുഴപ്പമാണ്. അടുക്കളയിലുള്ള പെണ്ണുങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് ജോയ് മാത്യു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞത്. അടുക്കളയിലുള്ള പെണ്ണുങ്ങളുടെ എന്തോ കുഴപ്പം, അതത്ര കാര്യമായ കുഴപ്പമല്ല എന്നാണ് ജോയ് മാത്യുവിനെ പോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയി ചിന്തിക്കുന്ന ഇടതുപക്ഷ സഹയാത്രികനൊക്കെയായി കണക്കാക്കപ്പെടുന്ന ജോയ് മാത്യു പറയുന്നതെന്ന് അത്ഭുതത്തോടു കൂടി മനസ്സിലാക്കാനേ സാധിക്കുന്നുള്ളൂ. നടൻ കൃഷ്ണ, നടി മാല പാർവതി എന്നിവരാണ് കുറച്ചുകൂടി കൃത്യമായി പക്വമായ നിലപാടുകളുമായി അമ്മയുടെ വിഷയത്തെ സമീപിച്ചത്. കൃഷ്ണ പറഞ്ഞ വാക്കുകൾ വളരെയധികം ശ്രദ്ധേയമാണ്. അൻസിബയെ പോലൊരു നടി ഇങ്ങനെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഒരു നടിക്കെതിരെയും ഒരു സംഘടനയ്ക്കെതിരെയും ധൈര്യപൂർവ്വം എടുത്തു പറയുന്നുണ്ടെങ്കിൽ അവരതിൽ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്. അമ്മയിൽ പ്രശ്നങ്ങളുണ്ട്. അതിനെ രമ്യമായി ചർച്ചകളോടുകൂടി തന്നെ പരിഹരിക്കണം. മാത്രമല്ല, അമ്മയുടെ തലപ്പത്തിരിക്കുന്നവർ പലപ്പോഴും അംഗങ്ങളുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നൊരു ആരോപണവും മാധ്യമങ്ങളിൽ കണ്ടു. ഇവിടെ അത് സൂചിപ്പിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആണ്. നടൻ കൃഷ്ണയും ഇത് തന്നെയാണ് പ്രതികരണമായി പറഞ്ഞു വെച്ചത്. മാല പാർവതിയുടെ വാക്കുകളിൽ നിന്ന് അമ്മയുടെ ഇന്റേണൽ ഓഡിറ്റ് കൃത്യമല്ല എന്നൊരു ആരോപണം കൂടി കണ്ടു. അത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. കാരണം അമ്മയിൽ അംഗമാകാൻ ഒരു സിനിമാ നടിയോ നടനോ ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നത്. അമ്മയുടെ പല പ്രോഗ്രാമുകൾക്കും സ്പോൺസർഷിപ്പുമായി കിട്ടുന്നത് ലക്ഷങ്ങളും കോടികളും ഒക്കെയാണ്. അപ്പോൾ ഇത്രയധികം ധനം ഒഴുകിയെത്തുന്ന ഒരു സംഘടനയിലേക്ക് കൃത്യമായി ഒരു ഓഡിറ്റ് നടക്കുന്നില്ല, കൃത്യമായി വരവ് ചിലവ് കണക്കുകൾ രേഖപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ അംഗങ്ങൾക്ക് പൂർണ്ണമായി അറിവില്ല എന്ന് പറയുന്നത് തീർച്ചയായും പരിശോധന ആവശ്യമുള്ള ഒരു വിഷയമാണ്.